പ്രിയങ്കരനായ അധ്യക്ഷൻ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ തൃത്താലയുടെ ജനനായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ കൂടിയായ ശ്രീ വി ടി ബൽറാം, ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഭക്തിയാദരപൂർവം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ച ഈ പ്രോഗ്രാം തൃത്താലയുടെ മണ്ണിൽ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ശ്രീ സി വി ബാലേന്ദ്രൻ അവർകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ അധ്യക്ഷൻ, പാലക്കാട്ടെ കോൺഗ്രസിന്റെ അതിശക്തമായ മുന്നേറ്റത്തിന് ധീരമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ എ തങ്കപ്പൻ, ജില്ലയിൽ നിന്നുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സാധാരണക്കാരനായ എപ്പോഴും പ്രവർത്തകനായി മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ സി ചന്ദ്രൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ജാഥയുടെ കോർഡിനേറ്ററുമായ പ്രിയങ്കരനായ ശ്രീ കെ പി ശ്രീകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA കൂടിയായ മുൻ KPCC ജനറൽ സെക്രട്ടറിയും ഉപാധ്യക്ഷനുമൊക്കെയായ ശ്രീ ZP മുഹമ്മദ്, മുൻ MLA നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ അനിൽ അക്കര, MLA അല്ലെങ്കിലും പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരായി അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ലാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പോരാട്ടം അത് ഇപ്പോഴും അവസാനിക്കാതെ ഇപ്പോഴും പിണറായി വിജയന് തലവേദനയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ അക്കര, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനൂപ് താജ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ തൃത്താലയുടെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത 4 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. ഈ വിശ്വാസ സംരക്ഷണ യാത്ര എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മളെ ആകെ വേദനിപ്പിച്ച, നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാതിരുന്ന കേരളത്തിലെ കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ, അയ്യപ്പ വിശ്വാസികളുടെ കേന്ദ്രമായ ശബരിമലയുടെ പരിപാവനത തകർത്തുകൊണ്ട്, ശബരിമലയെ, ആ പുണ്യഭൂമിയെ, അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ശബരിമലയെ തകർക്കുവാനുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തുണ്ടായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്താണ് നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കുവാൻ സർക്കാർ തന്നെ ധൃതി പിടിച്ച് നീക്കങ്ങൾ നടത്തി. സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വിധിയെ എങ്ങനെ മറികടക്കണം, ആ വിധിയെ എങ്ങനെ മറികടക്കണം, വിശ്വാസികൾക്ക് പോറലേൽക്കാത്ത തരത്തിൽ ആ വിധിയെ എങ്ങനെ മറികടക്കണമെന്ന് നിയമസഭ ചർച്ച ചെയ്തില്ല. നിയമസഭ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്തില്ല. ഹൈന്ദവ സംഘടനകളുമായി ഒരു ചർച്ചയും നടത്തിയില്ല. അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള ശബരിമല അയ്യപ്പന്റെ ആ നാമധേയത്തുള്ള നിരവധിയായ സംഘടനകൾ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന നിരവധി സംഘടനകൾ, അവരുമായി ചർച്ച ചെയ്തില്ല. ഏകപക്ഷീയമായി ധൃതി പിടിച്ച് സുപ്രീം കോടതി വിധി വരുന്നതിന്റെ അന്ന് തന്നെ, അതിന്റെ പിറ്റേ ദിവസം തന്നെ ഏതാനും യുവതികളെ വേഷം കെട്ടി
പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയുടെ പരിപാവന തകർക്കുന്നതിന് വേണ്ടി അവിടെ കയറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ശബരിമലയെ സംഘർഷ ഭൂമിയാക്കി മാറ്റി. ശബരിമലയിൽ ഭക്തജനന്മാരും അതോടൊപ്പം തന്നെ സർക്കാരും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഭക്തജനങ്ങൾക്ക് നേരെ ലാത്തിചാർജ് നടത്തി. ആചാരാനുഷ്ഠാനം ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ സംരക്ഷണത്തോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി യുവതികളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെ അതിന് ചെറുത്തു നിൽക്കാൻ ഭക്തജനങ്ങൾ തയ്യാറായി. ആ ഭക്തജനങ്ങളെ, ആ വിശ്വാസികളെ ക്രൂരമായി ലാത്തിച്ചാർജർ തല്ലിച്ചതയ്ക്കുകയുണ്ടായി. അവസാനം ശബരിമല സംരക്ഷണത്തിന് വേണ്ടി നായർ സർവീസ് സൊസൈറ്റിയെ പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ നാമജപ ഘോഷയാത്രയുമായി കടന്നു വന്നു. ശബരിമലയിലും പമ്പയിലും അതുപോലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ NSS നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടി അന്ന് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി. അന്ന് 4 ജാഥകൾ ഇതുപോലെ ആരംഭിച്ചു. 4 കാൽനട ജാഥകളായിരുന്നു അന്ന് നടത്തിയത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കാൽനട ജാഥയായി കേരളത്തിലെ 4 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര പത്തനംതിട്ടയിൽ സമാപിക്കുകയുണ്ടായി. വൻപിച്ച വിശ്വാസി സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. അവസാനം ഗവൺമെന്റ് പിന്മാറേണ്ടി വന്നു. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ് നമ്മൾ കണ്ടു. ശബരിമല ഇവിടെ പ്രസംഗിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല. ശബരിമലയെ തകർക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ശബരിമലയുടെ പരിപാവന തകർക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ. ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്വർണ്ണ പാളികൾ കടത്തിക്കൊണ്ടു പോകാനും കൊണ്ടുപോയ സ്വർണത്തിന് പകരം ചെമ്പുപാളികൾ കൊണ്ടുവന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചു. ഇവരുടെ കാലത്ത് പുതിയ പുതിയ അവതാരങ്ങൾ ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം ആരാണ്? ഇയാൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമല. അവിടെ ഒരു കരിയിൽ അനങ്ങണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് പാടുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെപ്പോലും അവഗണിച്ചുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടുമാണ് സ്വർണപ്പാളികൾ ശബരിമലയ്ക്ക് പുറത്ത് കൊണ്ടുപോയി. നമുക്കറിയാം, ശബരിമലയുടെ പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നാലും, അത് റിപ്പയർ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റ് എന്തായിരുന്നാലും അത് സന്നിധാനത്തിൽ വെച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ നടക്കാവൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള നിബന്ധന നിലനിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളും ദ്വാരകപാലന്മാരുടെ ശില്പങ്ങളും ആ ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണവും അതുപോലെ തന്നെ മറ്റ് സ്വർണവും കൊണ്ടുപോവുകയാണ് ചെയ്തത്. എവിടേക്കാണ് കൊണ്ടുപോയത്? അതാണ് പ്രധാനം. ശബരിമലയുടെ തൊട്ടടുത്തല്ല, പമ്പയിലല്ല കൊണ്ടുപോയത്, നിലയ്ക്കലല്ല കൊണ്ടുപോയത്, ശബരിമലയുടെ ചുറ്റുപാടുമില്ല. പിന്നെയോ കിലോമീറ്റർ അകലെയുള്ള ചെന്നൈയിലേക്ക്, കിലോമീറ്റർ അകലെ ബാംഗ്ലൂരിലേക്ക്, ഹൈദരാബാദിലേക്കുമാണ് കൊണ്ടുപോയിരിക്കുന്നത്. എത്ര ദിവസം എടുത്താണ് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ചത്? എത്ര ദിവസം എടുത്താണ് ഈ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരും ഹൈദരാബാദിലും എത്തിച്ചത്? എവിടേക്കാണ് ഇതുകൊണ്ട് സ്ഥാപിച്ചത്? ആരുടെയൊക്കെ സ്ഥലങ്ങളാണ് ഈ പരിപാവനമായ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്? എത്ര ഗ്രാം സ്വർണം കൊണ്ടുപോയി? കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുടെ കിലോ എത്ര കിലോയാണ്? ബാക്കി എത്ര തിരിച്ചു കൊണ്ടുവന്നു? അത്രയും കൊണ്ടുവന്നോ? ഇതിനൊന്നും മറുപടിയില്ല. അപ്പോൾ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് കിലോമീറ്ററുകൾക്കകലെ, അത് 30-40 ദിവസം എടുത്താണ് അവിടെ എത്തിച്ചത്. ഇവിടുന്ന് മദ്രാസിൽ കൊണ്ടുപോകാൻ, ചെന്നൈ കൊണ്ടുപോകാൻ എങ്ങനെ പോയാലും 1-2 ദിവസം മതിയല്ലോ. പക്ഷേ എടുത്തിരിക്കും 30-35 ദിവസം എടുത്തിരിക്കുന്നു. ഈ 35 ദിവസത്തിനിടയിൽ അയ്യപ്പന്റെ
ഈ സ്വർണ്ണപ്പാളി, ഈ സ്വർണം ഇത്രയും ദിവസം ഇവിടെ കൊണ്ടുപോയി ആർക്കും ഒരു നിശ്ചയമില്ല. കൊണ്ടുപോയത് എത്ര, തിരിച്ചു വന്നത് എത്ര, ആർക്കും ഒരു നിശ്ചയമില്ല. പല പല കണക്കുകളാണ് വരുന്നത്. മാധ്യമങ്ങളിലൂടെ വരുന്ന കണക്കുകൾ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷേ പിണറായി വിജയൻ ഒരു കുലുക്കവുമില്ല. ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തിന് മുറിവേറ്റിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയുടെ പരിപാലന തകർന്നിരിക്കുന്നു. അത് ആ ഒരു പ്രതിഷേധം അലയടിച്ചിടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആരാണ് അന്വേഷിക്കുന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്? പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ കാട്ടുകള്ളന്മാരെ, യഥാർത്ഥ കാട്ടുകള്ളന്മാർ പുറത്തു വരുമോ? ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പഴിചാരി അവരെ പ്രതിയാക്കി അവരെ അതിന്റെ ഉത്തരവാദികളാക്കി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ SIT അന്വേഷണം നടത്തുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ വിശ്വാസി സമൂഹം ആവശ്യപ്പെടുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയായ CBIയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിന്റെ വസ്തുതകൾ വെളിച്ചത്ത് വരികയുള്ളൂ എന്നതാണ്. കേരള ഗവൺമെന്റ് ഒരന്വേഷണവും സത്യം വെളിച്ചത്ത് വരില്ല. ഈ നടന്ന ഗൂഢാലോചനകൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് മാർക്സിസ്റ്റുകാരായ മന്ത്രിമാരെയും മാർക്സിസ്റ്റുകാരായ ദേവസ്വം മന്ത്രിമാരെയും മാർക്സിസ്റ്റുകാരായ ഇടതുപക്ഷക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും മെമ്പർമാരെയും സംരക്ഷിക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്നാം പ്രതിയാണ്. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്നാം പ്രതിയാകുമ്പോൾ ആരാണ് പ്രതികൾ? ദേവസ്വം മന്ത്രി പ്രതിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാണ്, ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രതിയാണ്. ഇവരെന്താ ചെയ്യുന്നത്? അവരെ എല്ലാം മാറ്റിയിട്ട് കമ്മീഷണർ, തിരുവാഭരണം ഓഫീസർ, അതുപോലെ തന്നെ മറ്റേതാനും ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ പ്രതികളാക്കി നിർത്തിക്കൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന, ഇതിന് അനുവാദം കൊടുത്ത, ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത സഖാക്കളെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളെ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വിശ്വാസികളെ കൊപ്പം നിൽക്കുകയും എല്ലാ മതങ്ങളിലെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് പരിരക്ഷ നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളെടുത്ത ശക്തമായ നിലപാട്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കറിയാം. ഇതാ വീണ്ടും ശബരിമല സംഘർഷഭൂമിയായിരിക്കുന്നു. വീണ്ടും ശബരിമലയുടെ പരിപാലന തകർത്തുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ് സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നു. ഇവിടെ വിശ്വാസികൾക്ക് മുറിവേറ്റിരിക്കുന്നു. വിശ്വാസി സമൂഹമാകമാനം വേദനയില്ല. അത് ശബരിമല വിശ്വാസികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, കേരളത്തിലെ ആകമാനം പൊതുസമൂഹം, വിശ്വാസി സമൂഹം, ഹൈന്ദവരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, മുസ്ലിം വിഭാഗത്തിലുള്ള വിശ്വാസികളാകട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് സംഭവിക്കാൻ പാടില്ല, ഇത് ശബരിമലയിൽ സംഭവിക്കാൻ പാടില്ല, അവിടുത്തെ സ്വർണം കൊള്ളയടിക്കാൻ പാടില്ല, ശബരിമലയുടെ സ്വത്തുക്കൾ അത് ഏതെങ്കിലും ആളുകൾ കൊള്ളയടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കെന്നും മുൻഗണന നൽകിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ന് 4 യാത്രകളാണ് ആരംഭിക്കുന്നത്. ഇവിടെ KPC പ്രസിഡന്റ് സൂചിപ്പിച്ചു, 4 യാത്രകൾ ഇന്ന് ആരംഭിച്ച 17-ാം തീയതി വൈകുന്നേരം
ശബരിമലയുടെ കവാടമായ, ശബരിമല തന്ത്രിമാരുടെ ആസ്ഥാനമായ ചെങ്ങന്നൂരിൽ എത്തിച്ചേരും. 17-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കെ മുരളീധരന്റെയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാന്റെയും അടൂർ പ്രകാശിന്റെയും എന്റെ CN പ്രതാപിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രയാണം ആരംഭിക്കുന്ന ഈ യാത്ര, വിശ്വാസ സംരക്ഷണ യാത്ര 17-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടി ശബരിമലയുടെ കവാടമായ, ശബരിമല തന്ത്രിമാരുടെ മൂലസ്ഥാനമായ ചെങ്ങന്നൂരിൽ എത്തിച്ചേരും. അവിടുന്ന് പിറ്റേ ദിവസം 3 മണിക്ക് ചെങ്ങന്നൂരിൽ കാരക്കാട് നിന്ന് പന്തളം കൊട്ടാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അയ്യപ്പന്റെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പരിപാവനവും പവിത്രവുമായ പന്തളത്തേക്ക് നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ യാത്ര പദയാത്രയായി 7 കിലോമീറ്റർ ദൂരം പദയാത്രയായി ചെന്ന് പന്തളത്ത് വൻപിച്ച സംഗമം നടക്കുക. അത് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ഐക്യജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ 18-ാം തീയതി ഈ സംഗമം പദയാത്ര സമാപിക്കുന്ന പന്തളത്ത് അയ്യപ്പന്റെ ജന്മനാട്, അയ്യപ്പന്റെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പരിപാവനമായ പന്തളത്ത് സമാപിക്കുക. ഈ 4 യാത്രകൾ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത് സമാപിക്കുന്ന ഈ വിശ്വാസ സംരക്ഷണ യാത്ര സമാപിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന പിണറായി വിജയനും കൂട്ടർക്കും കനത്ത മറുപടിയായിരിക്കും കേരളത്തിലെ വിശ്വാസി സമൂഹം നൽകാൻ പോകുന്നത് എന്ന് പറയുവാൻ ഞാൻ ഉപയോഗിക്കാം. ഇതിനിടയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ, അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് കോഴിക്കോട് ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിൽ ആക്രമിക്കപ്പെട്ടത്. പോലീസിന് പ്രത്യേകമായി നിർദ്ദേശം നൽകി. മാർക്സിസ്റ്റ് പോലീസുകാരെ മാത്രം അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ നേതൃത്വം നൽകിയ കോളേജിൽ, CKG കോളേജിൽ KS വിജയിച്ചിന്റെ വിജയാഹ്ലാദ പ്രകടനം നടത്തിയതിന് ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പേരാമ്പ്ര ടൗണിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ഷാഫി പറമ്പിലിന്റെയും അവിടുത്തെ കോഴിക്കോട് DC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജാഥയെ ആക്രമിച്ചത് ആരാണ് അതിന് നേതൃത്വം നൽകിയത്? കോഴിക്കോട് റൂറൽ SP ബൈജു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പോലീസുകാർ തന്നെയാണ് പിന്നിൽ നിന്ന് ഷാഫി പറമ്പിലിനെ ലാത്തി കൊണ്ടടിച്ചത്, പോലീസുകാരിൽ ചിലർ തന്നെയാണ്. എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പോലീസുകാരാണ് അടിച്ചത്, പുറകിൽ നിന്നുകൊണ്ട് അടിച്ചത്. അങ്ങനെ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച് ജാഥയ്ക്ക് നേരെ ആക്രമണം നടത്തി ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. പക്ഷേ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാർക്ക് എതിരായി റൂറൽ SP തന്നെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അത് നിയമപരമായി ഞങ്ങൾ നോക്കും. അതുപോലെ ലോക്സഭാ സ്പീക്കർക്ക് ഒരു MP-യുടെ അവകാശങ്ങളും അതുപോലെ അധികാരങ്ങളും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിന് ലോക്സഭയിൽ പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. ആ പ്രിവിലേജ് കമ്മിറ്റി അത് പരിശോധിച്ച് പിണറായി വിജയൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ DGP-യെയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ വിശദീകരണം തേടാനും നടപടി സ്വീകരിക്കുവാനും പാർലമെന്റിൽ പ്രിവിലേജ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പരിശോധിക്കും. പക്ഷേ കേരളത്തിലുടനീളം നമുക്ക് എല്ലാവർക്കും അറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരവധി സ്ഥലങ്ങളിൽ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അവിടെയെല്ലാം പോലീസ് ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. നിഷ്ഠൂരമായ മർദ്ദനമാണ്, ആസൂത്രിതമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. നമ്മുടെ പത്തനംതിട്ടയിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. അതിൽ ഗുരുതരമായി പരിക്കേറ്റ നമ്മുടെ നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് ജയിലിൽ
സന്ദീപ് വാര്യർ ഉൾപ്പെടെ, നമുക്കറിയാം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് കോൺഗ്രസിന്റെ വക്താവായി പാർട്ടിയുടെ നാവായി മാറിയിരിക്കുന്ന സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഏതാണ്ട് 15ഓളം, 3 വനിതകൾ ഉൾപ്പെടെ 15ഓളം പേര് ഇപ്പോഴും തിരുവനന്തപുരത്ത് സബ് ജയിലിലാണ്. അപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരായി കോൺഗ്രസ് പാർട്ടി, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രക്ഷോഭം നടത്തുമ്പോൾ BJP-ക്കാരെ എവിടെയും കാണുന്നില്ല. അവരിപ്പോ 1-2 വഴിപാട് പോലെയുള്ള 1-2 സമരങ്ങൾ നടത്തി മാളത്തിൽ ഒളിച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു ചൂടും ആ ഒരു ബഹളത്തിന്റെ ഒരു ചൂടൊന്നും ഇപ്പോൾ BJP കാണിക്കുന്നില്ല. ഇവിടെ ഒരു അന്തർധാരയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിണറായി വിജയന്റെ ഗവൺമെന്റിനെ സംരക്ഷിക്കാനുള്ള ഒരു അന്തർധാര BJP-ക്ക് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാനും ശബരിമല പോലെയുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ശബരിമല ശ്രീ അയ്യപ്പ സ്വാമി അയ്യപ്പ സന്നിധി, അത് പോറലേറ്റാൽ അവിടെ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി പോരാട്ടം നടത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുക. അത് ഹൈന്ദവ വിശ്വാസങ്ങൾ മാത്രമല്ല, ക്രൈസ്തവർക്ക് നേരെ എവിടെ അതിക്രമങ്ങൾ നടന്നാലും, അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ ജാർഖണ്ഡിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഒക്കെ തന്നെ കന്യാസ്ത്രീമാരെയും വൈദികരെയും പാസ്റ്റർമാരെയും ഒക്കെ സംഘപരിവാർ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടേക്ക് ഓടിച്ചെന്നത്, അവരേക്ക് സംരക്ഷണം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാം മതവിശ്വാസികൾ, ഇസ്ലാം സഹോദരങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ ആകമാനം അവർ വേട്ടയാടുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതും കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ആകമാനം ഇന്ന് RSS സംഘപരിവാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടകൾ, പള്ളികൾ ആക്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ തന്നെ അവിടെ ക്രൈസ്തവർക്കെതിരെ, മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും അവർക്ക് രക്ഷാകവചമൊരുക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിനെ പോറലേൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനെ നേരിടാൻ ഇന്ന് ജനങ്ങൾക്കൊപ്പം, ഭക്തജനങ്ങൾക്കൊപ്പമുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. BJP വോട്ടിന് വേണ്ടി മാത്രമുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അന്നത്തെ BJP നേതാവായ ശ്രീരാമപിള്ള പറഞ്ഞ എന്താണ്, 10 വോട്ട് കിട്ടാൻ ഇതാണ് അവസരം, അതുകൊണ്ട് ഇതിന് ഈ 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇതാണ് അവസരം, ഇത് മുതലാക്കണമെന്ന് പറഞ്ഞ BJP-യുടെ നേതാക്കന്മാരെ നമുക്കറിയാം. ഇപ്പോൾ BJP എവിടെയും കാണാനില്ല. ഇന്ന് ഈ ശബരിമല വിഷയത്തിൽ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇന്ന് വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്നത്, അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്, ആ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്, അതിന്റെ നേതാക്കന്മാരാണ്. ഞങ്ങൾ 4 ജാഥകളിൽ ഒരു യാത്രയായ ഈ തൃത്താലയിൽ നിന്ന്, പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നിന്ന് പന്തളത്തേക്കുള്ള ഈ യാത്ര ഗംഭീരമായ തുടക്കമായിരുന്നു. ഞാൻ പ്രിയപ്പെട്ട നേതാക്കന്മാരെ അഭിനന്ദിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ തീരുമാനിച്ച ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഗംഭീരമായി, ഉജ്ജ്വലമായ ഒരു തുടക്കത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഈ യാത്ര യാതൊരു സംശയവുമില്ല കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അന്ത്യകൂദാശ കൊടുക്കുന്ന യാത്രയായി ഈ യാത്ര മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന തൃത്താലയിലെയും സമീപ നിയോജകമണ്ഡലങ്ങളിലെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം ഈ യാത്രയുടെ തുടക്കം അത്യുജ്വലമാക്കിയ, ഗംഭീരമാക്കിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ ഭാരവാഹികൾ, ബാലേന്ദ്രൻ മാഷ്, അതോടൊപ്പം തന്നെ ബൽറാം ഉൾപ്പെടെയുള്ള ഈ പേരറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരെയും ഞാൻ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലും ഞങ്ങളുടെ വൈസ് ക്യാപ്റ്റൻ ഉണ്ട്, ജാഥ കോർഡിനേറ്റർ ഉണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദ്യമായ നന്ദി അറിയുന്നു.
അറിയിക്കുന്നു. രാവിലെ ഞങ്ങൾ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയുണ്ടായി. തൃത്താലയിലെ 2 പുരാതന ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ദർശനം നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് ആ ദർശനം നടത്തിയപ്പോൾ വലിയ പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കലുമില്ലാത്ത ഈ ജാഥ സമ്പൂർണമായ വിജയമായത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തൃത്താലയിലെ പുരാതന പന്തിരികുലം ക്ഷേത്രവും അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രവും മലമക്ക അയ്യപ്പ ക്ഷേത്രം സന്ദർശിച്ച് ദർശനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഈ ജാഥ 4 ദിവസം നീണ്ടാ പോരാ, കുറച്ച് ദിവസം നീണ്ടാൽ നന്നായിരുന്നു എന്നുള്ള, കുറേ ദിവസം ഇങ്ങനെ ജാഥ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്കുണ്ടായി. അത്രയ്ക്ക് ആവാഹിക്കുന്ന വരാഹമൂർത്തിയുടെ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് ഈ യാത്ര തീർച്ചയായും ഫലപ്രദമാകും. എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഞങ്ങൾ ഈ യാത്ര നയിക്കുന്നത്, ഈ യാത്ര ആരംഭിക്കുന്നത്, ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ ഇവിടുത്തെ ഉഗ്രമൂർത്തികളായ എല്ലാ ഭഗവാന്റെയും ഭഗവതിയുടെയും ഒക്കെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തീർച്ചയായും ഈ വിശ്വാസ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകാൻ നമുക്കൊരു മടിയുമില്ല. ഭക്തജനങ്ങൾക്കൊപ്പം, വിശ്വാസികൾക്കൊപ്പം KPCC ഉണ്ടാകും, കോൺഗ്രസ് പ്രവർത്തകരുണ്ടാകും, ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി മുഴുവൻ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.